എപ്പിസോഡ് തുടക്കത്തിൽ മോറിസ് മിമോസയെ നോയലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം അടികൊണ്ട് ആ സ്ഥാപനം നിന്ന് എഴുന്നേക്കുന്നു. തനിക്ക് കിട്ടിയ പുതിയ സോഡ് കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. പെട്ടെന്നാണ് നോയലിന്റെ മേജിക് പവർ ആ സോഡിലോട്ട് വരുന്നത്. അത് ഉപയോഗിച്ച ആസ്ത മോറിസിന് നേരെ ആ സോഡ് അങ്ങ് വീശുന്നു. തെറിച്ചുപോയ മോറിസിനെ നോക്കി ഞാൻ പറഞ്ഞില്ലടാ ഞാനത് ചെയ്യുമെന്ന് എന്ന് ആസ്ത പറയുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. മോറിസിന്റെ ഒരു ക്രിസ്റ്റൽ ആസ്തയുടെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ ആസ്ത താഴെ വീഴുന്നു. ഇത് കേട്ട് നോയൽ ആസ്ത എന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, നീ അവനെ നോക്ക് എന്ന് പറഞ്ഞ് മിമോസയെ അവന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുവാണ് നോയൽ. എന്നാൽ വളരെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയ ആസ്തയെ ഏത് മേജിക് ഉപയോഗിച്ചിട്ടാണ് റിക്കവർ ചെയ്യേണ്ടതെന്ന് മിമോസയ്ക്ക് അറിയില്ല. ആസ്ത നീ ആദ്യം കണ്ണു തുറക്ക്, ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ് യൂനോ. ആസ്ത ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഒരിക്കലും വിശ്വാസം കൈവിടരുത് എന്ന് പറഞ്ഞ് മിമോസ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയമാണ് അടികൊണ്ട് താഴെ വീണ മോറിസിനെ നമ്മൾ കാണുന്നത്. എന്തോ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മോറിസിന്റെ അടുത്തോട്ട് ഒരു പെൺകുട്ടി വരുന്നു. മോറിസ്, നിനക്ക് ഈ ട്രെയിനിങ് എല്ലാം മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴൊക്കെ നിനക്ക് കഷ്ടമായിട്ട് തോന്നുന്നു അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ നാട്ടിലുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാവും. സോ ബോധമില്ലാതെ താഴെ കിടക്കുന്ന മോറിസ് ഇത് ആലോചിച്ച് കണ്ണു തുറക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും പവേഴ്സ് എല്ലാം കിട്ടുന്ന സമയത്ത് പുറത്തു പോവാൻ സാധിക്കും. ഇവിടെ നിന്നും ആദ്യം പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും നീ ആയിരിക്കും മോറിസ്, അതെനിക്ക് ഉറപ്പാ. കാരണം നീയാണ് ഇവിടെയുള്ള എല്ലാവരേക്കാൾ പവർഫുൾ. ഇത് കേട്ട് മോറിസ്, ഞാൻ ഇവിടെ നിന്നും പുറത്തു പോയി കഴിയുമ്പോ തീർച്ചയായിട്ടും നിന്നെയും കൊണ്ടുപോകും. നീ എന്റെ കൂടെ വരില്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വരും, നമുക്ക് ഒരുമിച്ച് ഈ ലോകം മുഴുവനും ചുറ്റിക്കാണണം. സോ അങ്ങനെ ഡയമണ്ട് കിൻഡത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ക്രിയേറ്റ് ചെയ്യുന്ന ആ എക്സ്പെരിമെന്റിന്റെ ലാസ്റ്റ് ടെസ്റ്റ് ആരംഭിക്കുന്നു. അതുവരെ എല്ലാ ടെസ്റ്റിലും വിജയിച്ച ആളുകളെ ഒരുമിച്ചൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നു. നിങ്ങൾ എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യണം. ആരാണ് അവസാനം സർവൈവ് ചെയ്യുന്നത് അവരായിരിക്കും ഇതിൽ വിജയിക്കാൻ പോകുന്നത്. സോ അവസാനത്തെ ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ ഡയമണ്ട് കിൻഡത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനം അവർക്ക് ലഭിക്കൂ. സോ ഇത് മനസ്സിലാക്കിയ എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഓരോരുത്തരെ അവരുടെ മേജിക് പവർ യൂസ് ചെയ്ത് മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആരുടെ കയ്യിലാണോ പവർഫുൾ മേജിക് ഉള്ളത് അവരവിടെ സർവൈവ് ചെയ്യുന്നു. അങ്ങനെ അവസാനം ബാക്കിയായത് രണ്ടേ പേർ മാത്രമാണ്. എന്നോട് ക്ഷമിക്കും മോറിസ്, ഇതല്ലാതെ വേറെ വഴിയില്ല, മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ അവൾ മോറിസിന് നേരെ വരുന്നു. സോ പെട്ടെന്ന് തന്നെ മോറിസ് അവൻ പോലും അറിയാതെ അവളെ അങ്ങ് ഇല്ലാതാക്കുന്നു. ഫാന സോ ആ ടെസ്റ്റിൽ മോറിസ് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാജിക് സ്റ്റോൺ അവന് കിട്ടുന്നു. അവന്റെ കോമ്പൗണ്ട് മാജിക് കണ്ടാൽ തന്നെ അറിയാം അവസാനമായിട്ട് അവർ രണ്ടുപേരും അവരുടെ എബിലിറ്റി യൂസ് ചെയ്തിരുന്നു. എന്നാൽ അതിലൊരാൾ അവിടെ തോറ്റുപോയിരിക്കുന്നു. ആ ഒരു സെക്കൻഡിലാണ് ഇത്രയും വലിയ മാജിക് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് കേൾക്കുന്നു. ഫാനയുടെയും മോറിസിന്റെയും ഗ്രിമോര് ഒരുമിച്ച് ചേർന്നതാണ് ഈ ഗ്രിമോർ. അതുകൊണ്ട് തന്നെയാണ് അവന് രണ്ടു തരത്തിലുള്ള മാജിക് പവർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതും. എനിക്കെപ്പോഴും ഞാൻ മാത്രം മതി. ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എന്റെ അത്രയും മാജിക് പവർ ഇല്ലാത്തവർ വീക്ക് ആയിട്ടുള്ളവരാ, അവരൊക്കെ ചാവേണ്ടവരാ എന്നും പറഞ്ഞ് മോറിസ് എഴുന്നേക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നീയൊന്നും ആയിട്ടില്ല, നീയൊക്കെ മരിക്കേണ്ടവനാ എന്നും പറഞ്ഞ് മോറിസ് തന്റെ ആ വലിയ സോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപയോഗിച്ച് ആസ്തയപ്പ കൊല്ലൂടാന്നും പറഞ്ഞു വരുവാണ്. പെട്ടെന്നാണ് അവിടെ കുടുങ്ങിപ്പോയ യൂനോ പെട്ടെന്ന് പുറത്തോട്ട് വരുന്നത്. അവൻ അങ്ങനെ മരിക്കാൻ പാടില്ല, അവനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നും പറഞ്ഞ് തന്റെ ഗ്രിമോരി തുറക്കുവാണ് യൂനോ. പക്ഷെ മോറിസിനെ തോൽപ്പിക്കാൻ അതിൽ ഏത് സ്പെല്ലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇവന് അറിയാൻ പാടില്ല. പെട്ടെന്നാണ് അവന് ചുറ്റുണ്ടായിരുന്ന എല്ലാവരും സ്റ്റാച്ചു ആവുന്നത്. ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന മോറിസ് പോലും അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നു. ഇവിടെ എന്തീ നടക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ നോക്കുന്ന സമയത്താണ് അവന്റെ അടുത്ത് ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നത്. ഒരു കൈയുടെ അത്രയും വലുപ്പമുള്ള ആ പെൺകുട്ടി ആ സോഡിന് നേരെ അങ്ങ് ഊതുന്നു. പെട്ടെന്നാണ് ആ സോഡ് പപ്പടം പോലെ പൊടിഞ്ഞങ്ങ് പോകുന്നത്. സോ അതിന്റെ ആ ഫോഴ്സിൽ മോറിസും തെറിച്ചു പോയി അങ്ങ് വീഴുന്നു. ഇതേ സമയം തന്നെ ആ ചെറിയ പെൺകുട്ടി മാഞ്ഞു പോവുകയും എല്ലാവരും പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ, നീ അവനെ ഇല്ലാതാക്കിയോ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ഒരു മിനിറ്റ്, ആദ്യം ഇത് എന്ത് തരത്തിലുള്ള മേജിക്കാ എന്ന് പറ എന്ന് ലക്ക് അവനോട് ചോദിക്കുന്നു. എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഞാൻ കൂടാതെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയോ? എവിടെ? ശരി, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോ തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നീ അവനെ തോൽപ്പിച്ചു എന്ന് ലൂണറ്റ്സ് അവനോട് പറയുന്നു. അപ്പോഴാണ് യൂനോ തന്റെ ക്ലോവറിലോട്ട് നോക്കുന്നത്. നേരത്തെ ആ പേപ്പറിലുണ്ടായിരുന്ന അതേ സ്പെല്ലായിരുന്നു അവന്റെ ക്ലോവറിനകത്തും ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാ ഇതിനകത്ത് വന്നേ എന്ന് ചിന്തിക്കുകയാണ് യൂനോ. എന്നാൽ മറ്റൊരു ഭാഗത്ത് മെമോസ ആസ്തയെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്.
അപ്പോഴാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന സോഡ് ഓട്ടോമാറ്റിക്കലി ആ ഗ്രിമോറിന്റെ അടുത്തോട്ട് പോകുന്നത്. ഇതേ സമയം അതിലൊരു പുതിയ സ്പെല്ല് കൂടി ക്രിയേറ്റ് ആവുന്നു. എന്നാൽ ആ സോഡ് അതിനകത്തോട്ട് പോയതും പെട്ടെന്ന് തന്നെ അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങുന്നു. സോ ഇനി അവിടെ നിന്ന് എല്ലാവരും അതിനകത്ത് പെട്ടുപോകുന്നു മനസ്സിലാക്കിയ യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് ഒരു വണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതിനകത്തോട്ട് കയറ് എന്ന് വിളിച്ചു പറയുവാണ് യൂനോ. താഴെ കിടക്കുന്ന ആസ്തേനെ എടുത്തുകൊണ്ട് ലക്ക് അതിനകത്ത് കയറുന്ന സമയത്ത് എല്ലാവരും അതിനകത്തോട്ട് കയറുന്നു. മിമോസ എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഹീൽ ചെയ്യുന്നത് നിർത്തരുത്, പെട്ടെന്ന് തന്നെ അവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാണ് യൂനോ. സോ മിമോസ വീണ്ടും അവനെ ഹീൽ ചെയ്യുന്ന സമയത്താണ് ആസ്ത എഴുന്നേക്കുന്നത്. എന്തു പറ്റി, നിങ്ങൾ അവനെ തോൽപ്പിച്ചോ? ഹേയ്, ഇതിപ്പോ സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് മിമോസ അവനോട് പറയുന്നു. നിങ്ങൾ അവനെയും സഹായിക്കണം, അവനെ ഇവിടെ വിട്ടിട്ട് വരാൻ പാടില്ല. നീ എന്താ ഈ പറയുന്നേ? അവൻ നമ്മളെ കൊല്ലാൻ നോക്കിയവനാ, നമ്മളെ പോലെ തന്നെയാ അവനും ഇങ്ങോട്ട് വന്നത്. ഈ ഡെഞ്ചൻ ആരാദ്യം കൈക്കലാക്കോ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്ത്. സോ നമ്മൾ ആരെയും കൊല്ലാൻ വേണ്ടിട്ടല്ല ഇങ്ങോട്ട് വന്നത്, അത് മനസ്സിലാക്ക്. അവൻ മരിക്കാൻ പാടില്ല. സോ ആസ്ത പറയുന്നത് കേട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. എന്നാ പെട്ടെന്നാണ് അവന്റെ മുകളിലോട്ട് ഒരു വലിയ കല്ല് വന്ന് വീഴുന്നത്. എന്നാ പുറത്തോട്ട് പോകാനുള്ള വഴി യൂനോന് ഓർമ്മയില്ല. മിമോസയെ ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് യൂനോയെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിമോസ. ശരി, പുറത്തോട്ട് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ലക്ക് മുന്നോട്ട് വരുന്നു. പോകുന്ന വഴിയിലെല്ലാം അവരുടെ മുകളിലോട്ട് ഒരു കല്ല് വന്ന് വീഴാൻ ശ്രമിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ മാജിക് പവർ യൂസ് ചെയ്ത് അതെല്ലാം ഇല്ലാതാക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം കൂടി ഇടിഞ്ഞു മുളിഞ്ഞ് താഴോട്ട് വീഴുന്നത്. അവരെല്ലാവരും അതിനകത്ത് പെട്ടുപോയെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾക്കുള്ളിൽ നിന്നും ഇവർ മാസായിട്ട് പുറത്തോട്ട് വരുന്നത്. യെസ്, നമ്മൾ അങ്ങനെ പുറത്തു വന്നിരിക്കുന്നു. ഇത് വളരെയധികം ജോലിയായിരുന്നു അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച ലോട്ടസും പിള്ളേരും ആക്ച്വലി അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഇവർ ആ ട്രഷർ ഹാളിന്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അതിനകത്തുണ്ടായിരുന്നു. ആരും കാണാതെ അവരെ കൊണ്ടെടുക്കാൻ പറ്റുന്ന അത്രയധികം ട്രഷർ അവർ അതിനകത്ത് നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നന്നായി, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ. ഇന്ന് നിന്നെ ഒന്നും സംഭവിക്കാതെ ഞാൻ രക്ഷിച്ചു. അതിനുള്ള നന്ദി നീ എഴുന്നേറ്റിട്ട് പറഞ്ഞാൽ മതി എന്ന് ലോട്ടസ് പറയുന്ന സമയത്താണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആക്ച്വലി മോറിസ് അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മോറിസ്, എന്നോട് ക്ഷമിക്ക്, ഇതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മരിക്കാം. സോ തന്റേതല്ലാത്ത കാരണം കൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്റെ മുമ്പിൽ വെച്ച് തന്നെ മരിക്കുന്നത് കണ്ട് അവനെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? എനിക്ക് വേറെ വഴി അറിയില്ല മോറിസ്, എന്നോട് ക്ഷമിക്ക്. ഫാന 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 എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോറിസ്. ഫാന, ഓ നീ എഴുന്നേറ്റോ? ഇന്ന് നീ ചെയ്തത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. അവിടെയുള്ള മൊത്തം ട്രഷറും നമുക്ക് മാത്രമാണ് കിട്ടിയത്. അതിന് കാരണം തന്നെ നീയാ. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് പോവാം. ഇന്ന് നമ്മുടെ ദിവസമാ എന്ന് പറയുവാണ് ലോട്ടസ്. ഇതേ സമയമാണ് അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിൽക്കുന്ന മോറിസിനെ നമ്മൾ കാണുന്നത്. ഇനി നീ പോയിട്ട് പുറം ലോകം മുഴുവനായിട്ടും കാണ്. നമ്മൾ ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി നീ കൂടെ കാണ് എന്ന് ഫാന പറഞ്ഞത് അവനെ ആലോചിക്കുന്നു. ലോട്ടസ്, ഇന്ന് നീ എന്നെ രക്ഷിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. ഓ കുഴപ്പമില്ല, നിനക്കും താങ്ക്സ് ഒക്കെ പറയാൻ അറിയുമല്ലേ. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കുന്ന ആസ്തേനെയാണ്. അവൻ എഴുന്നേക്കുന്നത് നോക്കി എല്ലാവരും അവന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആസ്ത, വെൽക്കം ബാക്ക് ആസ്ത. എന്തായാലും നന്നായി, ഇത്രയൊക്കെ ചെയ്തിട്ടും നീ മരിച്ചിരുന്നെങ്കിൽ മൊത്തം കോമഡി ആയനെ എന്ന് നോയൽ അവനോട് പറയുന്നു. നീ റിക്കവർ ആവാൻ ടൈം എടുക്കുന്നത് കണ്ട് ഞാൻ കുറച്ച് പേടിച്ചു എന്ന് മിമോസ അവനോട് പറയുന്നു. സോ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്ന ആസ്തയ്ക്ക് വീണ്ടും വേദനിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്ക്, നിന്നെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാനുള്ള പവർ എന്റെ കയ്യിലില്ല. ഞാനിപ്പോ നിനക്ക് ഫസ്റ്റ് എയ്ഡ് മാത്രമേ തന്നിട്ടുള്ളൂ. എന്തായാലും എല്ലാം പെട്ടെന്ന് എന്നെ ശരിയാവും, അത് കുഴപ്പമില്ല. എന്നാലും എന്നെ രക്ഷിച്ചത് നീയാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് ആസ്ത അവളോട് പറയുന്നു. ഹേയ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾക്ക് നാണം വരുവാണ്. നിനക്കൊരു കാര്യം അറിയോ? എല്ലാവരും അവിടെ പെട്ടുപോയിരുന്നെങ്കിൽ നീ ഇപ്പൊ ചത്തേനെ എന്ന് പറയുവാണ് ലക്ക്. ഹേയ്, ഒരിക്കലുമില്ല. വിസാർഡ് കിങ് ആവാതെ ഞാൻ ഒരിക്കലും മരിക്കില്ല. ഓ പാവം എന്റെ ആസ്ത, ഇപ്പോഴും വിസാർഡ് കിങ് ആവുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. വിസാർഡ് കിങ് ആവാൻ പോകുന്നത് ഞാനാണ് ആസ്ത, അത് നീ മറന്നോ എന്ന് ചോദിക്കുകയാണ് യൂനോ. ഇത് കേട്ട് ആസ്തയൊന്ന് പുഞ്ചിരിക്കുന്നു. ഇതേ സമയമാണ് ലൂണറ്റ്സ് ഒരു കാര്യം പറയുന്നത്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്നോട് ക്ഷമിക്കടാ, നിങ്ങൾ സാധാരണ കോമണേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ റിജക്ട് ചെയ്തത്. അതാലോചിച്ച് എനിക്കിപ്പോ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്, എന്നോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞ് ലോണറ്റ്സ് അവരെ കെട്ടിപ്പിടിക്കുന്നു. ഒരു യഥാർത്ഥ മാജിക് നൈറ്റ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളതിന് നിങ്ങളാണ് എക്സാമ്പിൾ. നിങ്ങളെ പോലെയുള്ളവർ മാജിക് നൈറ്റിലോട്ട് വന്നത് ഞങ്ങളുടെ ഭാഗ്യവാ. സാർ ശ്വാസം കിട്ടുന്നില്ല, ഒന്ന് വിടുവോ? കണ്ണാടി വേദനിക്കുന്നു. ഹേയ്, നീ എന്തീ ചെയ്തേ? എന്നോട് ക്ഷമിക്ക്, ഒരു ആവേശത്തി. ശരി, ഇനി എന്നെ കണ്ണാടിയിൽ നിന്നൊന്നും വിളിക്കല്ലേട്ടോ എന്ന് ലൂണറ്റ്സ് അവരോട് പറയുന്നു.
സോ എപ്പോഴും ദേഷ്യത്തിൽ സംസാരിക്കുന്ന ലൂണൻസ് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മിമോസ. ശരി ശരി വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം, യൂനോ വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് യൂനോയെ ഫൈറ്റിന് വിളിക്കുവാണ് ലക്. ഇല്ല പറ്റില്ല എന്ന് യൂനോ അവനോട് പറയുന്നു. ഇതേ സമയം ആസ്ത, നോയൽ ഇത് നോക്ക്, എന്റെ ഡ്രസ്സ് മാത്രമല്ല നിന്റേതും കീറിയിരിക്കുന്നു. സോ അപ്പോഴാണ് നോയൽ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ഡ്രസ്സും കീറിയിരിക്കുന്നു. ഇത് കണ്ട് ടെൻഷനായ നോയൽ ആസ്തയ്ക്ക് ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. ഓ അത്ര തന്നെ, തീർന്നു, ചത്തു അവൻ എന്ന് അവനെ നോക്കി പറയുവാണ് ലക്. ഏയ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ച് മിമോസ അങ്ങോട്ട് വരുന്നു. ഇതേ സമയം കണ്ണു തുറന്ന ആസ്ത നോയലിനെ തന്നെ നോക്കുന്നു. എന്താടാ നീ അങ്ങനെ നോക്കുന്നേ എന്ന് പറഞ്ഞ് മോന്തക്കെന്ന് കൊടുക്കുവാണ് നോയൽ. ഓ നല്ല വേദനയുണ്ട്. സോ ടു ബി കണ്ടിന്യൂ.